Students, before coming to the topic, I would like to give some common instructions about the assignments that you are submitting. Last day, I have given an assignment to upload your notes. While you are all have uploaded the notes successfully. While you are uploading the notes, to ensure that it is yours, please give self-attested dated sheets. Means put your signature with the date, with the class number. When you are provided with the class number, no, you have no class number. Self-attested dated sheets with the class number are preferred in all the communications to enter the details of your assignments and valuing the assignments. That's about submitting photos of notebooks or papers, etc. Self-attested dated sheets. Otherwise, you can borrow papers from others and can send the same this notebook. And the previous assignment to submitting the notes was proving A union B equal to B union A. 7 assignments are missing. Still, prove that it was about set identities. Set identities ഒരു പ്രൂഫ് നമ്മൾ ചെയ്തിരുന്നു. ഇത് വളരെ എളുപ്പമാണ്. അത് ചെയ്യാൻ 7 പേർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് നിങ്ങൾ വിഷമിക്കണ്ട. പുതിയൊരു സിസ്റ്റത്തിലേക്കൊക്കെ വരുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ബട്ട് യു ഹാവ് ടു സബ്മിറ്റ് ആൻസേഴ്സ്. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നിങ്ങൾ ആൻസേഴ്സ് സബ്മിറ്റ് ചെയ്യണം. ആ ദിവസത്തെ അറ്റൻഡൻസ് എടുക്കുമ്പോൾ എനിക്ക് ഇത്രയും പേരെ ആബ്സെന്റ് എന്നിടാനേ ഇപ്പോൾ മാർഗമുള്ളൂ. അസൈൻമെന്റ്സ് ആർ ഗിവൺ not only for grading your performance but also for attendance. Attendance എന്തുമാത്രം കമ്പൽസറി ആക്കാൻ പറ്റുമെന്നുള്ള ഈ സിറ്റുവേഷനിൽ ഒരു പ്രശ്നമൊക്കെയാണ്. പക്ഷേ അറ്റൻഡൻസ് നമ്മൾ ഓട്ടോമേഷൻ പ്രോസസ്സിലൊക്കെ കോളേജിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. സോ യു ഹാവ് ടു ഗിവ് യുവർ ആൻസേഴ്സ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ഒട്ടും അറിയത്തില്ലെങ്കിൽ ഐ ഡോണ്ട് നോ, ഐ കനോട്ട് സോൾവ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു ആൻസർ ഇടേണ്ടതാണ്. അത് കൃത്യമായിട്ട് ചെയ്യുക. ഇവിടെ അതല്ല, നിങ്ങൾക്ക് എ യൂണിയൻ ബി എന്താണെന്ന് എഴുതുമെങ്കിലും ചെയ്യാമായിരുന്നു. അത്രയും പോലും ചെയ്യുന്നില്ല എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. മറ്റുള്ളവരൊക്കെ ആൻസേഴ്സ് എഴുതി മാർക്ക് കണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ഇതൊക്കെയാണ് മാർക്സ്. 1-2 പേര് വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. 3 പേര് ഫുൾ മാർക്കിനുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് കാണാം. അതുകൂടാതെ ഞാനൊരു എഡിറ്റഡ് ആൻസർ ഷീറ്റ്, ഫോർ എക്സാമ്പിൾ ദേവികയുടെ പേപ്പറാണ് ഒരാളുടെ എടുക്കുന്നത് വെച്ചാൽ ആരും സങ്കടമൊന്നും വിചാരിക്കണ്ട. അവിടെ ആൻസർ ഷീറ്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തത് കൂടാതെ ഒരു എഡിറ്റഡ് ഫിഗറും കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ പേപ്പറല്ല. അപ്പോൾ അവിടെ ഞാൻ എന്തൊക്കെയാണ് വേണ്ടത്, കൂടുതൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോട്ടിൽ തന്നെ ഇതേപോലെ കറക്റ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് കരുതുന്നു. അതുകൂടാതെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻസും ലഭ്യമാണ്. നിങ്ങളുടെ കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ അതുകൊണ്ട് 1 പ്രൈവറ്റ് കമൻറ്റ്, യുവർ പ്രൂഫ് ഈസ് ഓൺലി ഫോർ എ യൂണിയൻ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് ബി യൂണിയൻ എ. അത് കോമൺ ആയിട്ട് പലർക്കും സംഭവിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് പലർക്കും മാർക്ക് കുറഞ്ഞിട്ടുള്ളതായിട്ട് കാണുന്നത്. മാർക്കിനെ പറ്റി നിങ്ങൾ അധികം വിഷമിക്കേണ്ട. നമ്മൾ ഇങ്ങനൊരു കാര്യങ്ങൾ ചെയ്യാനുള്ള ട്രെയിനിങ് ആണ്. നിങ്ങൾ എന്തായാലും ചെയ്തവർ നല്ല ഒരു അറ്റംപ്റ്റ് തന്നെ ചെയ്തു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയുള്ള അസൈൻമെൻറ്റ്സ് മിസ്സിങ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കോപ്പി അടിച്ചൊരിക്കലും ഒരു അസൈൻമെൻറ്റ് വയ്ക്കരുത്. നിങ്ങളുടെ ലോജിക്കൽ തിങ്കിങ്ങിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഓർക്കുക. അപ്പോൾ ഞാനിന്ന് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ എയുടെ പ്രൂഫ് തരും. അതിനുശേഷം എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ എന്നുള്ളതിൻ്റെ പ്രൂഫ് നിങ്ങൾ പഴയ അന്ന് നിങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ പഴയ അസൈൻമെൻറ്റിൽ കയറി അതിൻ്റെ ആൻസർ അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ചെയ്തവർ വീട്ടിൽ ചെയ്യേണ്ട കാര്യമില്ല. ചെയ്തവർ നോട്ട്സിൽ കറക്റ്റ് ചെയ്ത്, നോട്ടിലൊക്കെ അത് എഴുതിയിട്ടുള്ളവരുണ്ട്,
ഇതുവരെയുള്ള നോട്ട്സ് എല്ലാവരും അപ് ടു ഡേറ്റ് ആക്കി എന്നുള്ളതിൽ സന്തോഷമുണ്ട്. അപ്പോൾ നോട്ട്സിൽ കറക്റ്റാക്കി എഴുതുക. ചെയ്യാത്തവർ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് നോട്ട്സിൽ എഴുതുക. അത് ഫോട്ടോ എടുത്ത് എനിക്ക് അറ്റാച്ച് ചെയ്യുകയും ചെയ്യാം. എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ, അത് നിങ്ങൾ പിന്നീട് പ്രൂവ് ചെയ്യും. നൗ വി ആർ ഗോയിങ് ടു പ്രൂവ് ദാറ്റ് എ ഇൻ്റർസെക്ഷൻ ബി, അത് ഇതിന് ശേഷം ഇതുപോലെ എ യൂണിയൻ ബിയുടെ പ്രൂഫ് നൽകുക. Give proof of A union B equal to. Now we prove that A intersection B equal to B intersection A. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാം. A intersection B, B intersection A, two sets are equal എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ എക്സ് എലമെൻ്റ് ഓഫ് A intersection B എടുക്കുന്നു. എക്സ് എലമെൻ്റ് ഓഫ് A intersection B implies ഇന്റർസെക്ഷനിലുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടിടത്തും ഉണ്ട്. എക്സ് എലമെൻ്റ് ഓഫ് എ ആൻഡ് എക്സ് എലമെൻ്റ് ഓഫ് ബി ആൻഡ് എക്സ് എലമെൻ്റ് ഓഫ് ബി ഇംപ്ലൈസ്, ഇതിൻ്റെ ഓർഡർ മാറ്റി എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല, എക്സ് എലമെൻ്റ് ഓഫ് ബി ആൻഡ് രണ്ടിടത്തും ഉണ്ട് എന്നാണ്. അപ്പോൾ എയിലോ ബിയിലോ ആദ്യം എന്നൊരു ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ഇങ്ങനെയും നമുക്ക് എഴുതാം. ഇങ്ങനെ എഴുതുമ്പോൾ ആ എഴുതിയ ഓർഡർ അനുസരിച്ച് നമ്മൾ എന്താ പറയുക, എക്സ് എലമെൻ്റ് ഓഫ് ബി രണ്ടിടത്തും കോമൺ ആണ്, ബിക്കും എക്കും കോമൺ ആണ്. മറ്റേത് എക്കും ബിക്കും കോമൺ ആണ് എന്ന് പറയുന്നേ ഉള്ളൂ. എക്സ് എലമെൻ്റ് ഓഫ് ബി ഇന്റർസെക്ഷൻ എ. ഇതിൽ നിന്ന് തന്നെ കിട്ടിയ ഈ സെറ്റ് ചെയ്യുന്ന ഒരാളെ എടുത്തു, അത് ഈ സെറ്റിലുണ്ട്. മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട. എക്സ് എലമെൻ്റ് ഓഫ് സി ഇംപ്ലൈസ് എക്സ് എലമെൻ്റ് ഓഫ് ഡി എന്ന് കിട്ടിയ സി ഈസ് എ സബ്സെറ്റ് ഓഫ് ഡി എന്ന് എഴുതും. അതേ രീതിയിൽ നമ്മളിപ്പോൾ എന്ത് എഴുതും, എ ഇന്റർസെക്ഷൻ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ഇന്റർസെക്ഷൻ എ എന്ന് എഴുതും. എ ഇന്റർസെക്ഷൻ ബി സബ്സെറ്റ് ഓഫ് ബി ഇന്റർസെക്ഷൻ എ എന്ന് എഴുതാം. ദിസ് ഇസ് റിലേഷൻ നമ്പർ 1. ദെൻ ഇനി അതിൻ്റെ റൈറ്റ് സൈഡിലെ സെറ്റ് എടുക്കാം. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. ലെറ്റ് എക്സ് എലമെൻ്റ് ഓഫ് ബി ഇന്റർസെക്ഷൻ എ. സിസ്റ്റർ മോനിഷ അവിടെ എക്സിന് പകരം വൈ എന്ന് എഴുതി കണ്ടു. വേറൊരു നൊട്ടേഷൻ എടുക്കുന്നതിന് തെറ്റൊന്നുമില്ല, വേറൊന്നും എടുക്കേണ്ട കാര്യമില്ല, എക്സ് തന്നെ എടുത്താലും മതി. എക്സ് ഈസ് എ സിമ്പിൾ. ഇവിടെ എടുത്ത ആൾ തന്നെയാണ് ഇവിടെ എന്നുള്ള അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് എക്സ് ഒരു സിമ്പിളാണ്. അതുകൊണ്ട് ബി ഇന്റർസെക്ഷൻസ് എയിൽ നിന്ന് എടുക്കുന്നതിന് വൈ എന്ന് മാറ്റി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. മാറ്റി വിളിച്ചത് തെറ്റൊന്നുമല്ല, വിളിക്കേണ്ട കാര്യം അത്യാവശ്യമില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്നാ, എക്സ് ബിയിലും ഉണ്ട്, എക്സ് എലമെൻ്റ് ഓഫ് ബി ആൻഡ് എക്സ് എലമെൻ്റ് ഓഫ് എ എന്നാണ്. ഇംപ്ലൈസ് എക്സ് എലമെൻ്റ് ഓഫ് ബിയിലും എയിലും ഉണ്ട്, അപ്പോൾ എയിലും ബിയിലും ഉണ്ടെന്ന് പറയാം. എക്സ് എലമെൻ്റ് ഓഫ് എ ആൻഡ് എക്സ് എലമെൻ്റ് ഓഫ് ബി എന്ന് പറയാം. ഇംപ്ലൈസ് എയിലും ബിയിലും ഉണ്ട്, എക്കും ബിക്കും കോമൺ ആണ്. എക്കും ബിക്കും കോമൺ ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബിയിലുണ്ട്, എക്സ് എലമെൻ്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇത് രണ്ടും ഒന്നല്ലേ എന്നൊക്കെ, എയിലും ബിയിലും ഉണ്ട് ബിയിലും എയിലും ഉണ്ടെന്ന് പറയത്തില്ലേ എന്നൊക്കെ ചോദിക്കും. പറയത്തില്ലേ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചത് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ എന്ന് നമ്മൾ കണ്ടുപിടിച്ചത് ഈ പ്രൂഫിന് ശേഷമാണ്. ഇത് കഴിഞ്ഞാണ് നമുക്ക് അങ്ങനെ മനസ്സിലാവേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്നാ, ബി ഇന്റർസെക്ഷൻ എയിൽ നിന്ന് ആരെ എടുത്താലും അത് എ ഇന്റർസെക്ഷൻ ബിയിലുണ്ട്. ബി ഇന്റർസെക്ഷൻ എ ഇസ് എ സബ്സെറ്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി, സബ്സെറ്റ് ഓർ ഈക്വൽ ടു. ദിസ് ഇസ് റിലേഷൻ നമ്പർ 2. Then we can write from 1 and 2. From 1 and 2, from 1 and 2, A, C is a subset of D and D is a subset of C എന്ന് എഴുതിയേക്കുന്നത്. Then C equal to D. C യും D എന്ന് പറയുന്നത് പേര് മാറ്റിയൊന്നും വിളിക്കണ്ട. A intersection B equal to B intersection A. 1 2 ചേർത്താൽ അങ്ങനെ എഴുതാം. ഇനി അതൊരു മെത്തേഡ്. ഇനി അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ഓർ ഇത്രയും കംപ്ലീറ്റ് ആയിട്ട് എഴുതാം. അത്ര എഴുതാതെ നമുക്ക് എഴുത്ത് ലാഭിക്കാം. ഓർ ലെറ്റ് എക്സ് എലമെൻ്റ് ഓഫ് A intersection B, x element of A intersection B implies x element of A and x element of B and x element of B implies എയിലും ബിയിലും ഉണ്ട്, ബിയിലും എയിലും ഉണ്ട്. എക്സ് എലമെൻ്റ് ഓഫ് ബി ആൻഡ് എക്സ് എലമെൻ്റ് ഓഫ് എ. എക്സ് എലമെൻ്റ് ഓഫ് എ implies എക്സ് എലമെൻ്റ് ഓഫ് ബി ഇന്റർസെക്ഷൻ എ, എക്സ് എലമെൻ്റ് ഓഫ് ബി ഇന്റർസെക്ഷൻ. ഇനി ഇത് ഇവിടുന്ന് തുടങ്ങുകയായിരുന്നു എന്ന് വിചാരിച്ച് നമ്മളുടെ എഴുത്തും ലാഭിക്കാം. എക്സ് എലമെൻ്റ് ഓഫ് ബി ഇന്റർസെക്ഷൻ എ ഇംപ്ലൈസ് എക്സ് എലമെൻ്റ് ഓഫ് ബി ആൻഡ് എക്സ് എലമെൻ്റ് ഓഫ് എ. ബിയിലും എയിലും ഉണ്ട്, അതിന് എയിലും ബിയിലും ഉണ്ടെന്നില്ല. എക്സ് എലമെൻ്റ് ഓഫ് ബി ആൻഡ് എക്സ് എലമെൻ്റ് ഓഫ് എ ഇംപ്ലൈസ് എക്സ് എലമെൻ്റ് ഓഫ് എ ആൻഡ് എക്സ് എലമെൻ്റ് ഓഫ് ബി. എയിലും ബിയിലും ഉണ്ട്, എക്സ് എലമെൻ്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് തിരിച്ച് ഇംപ്ലിക്കേഷൻ എഴുതാം. ഈ എഴുതിയ കാര്യമാണ് എക്സ് എലമെൻ്റ് ഓഫ് ബി ഇന്റർസെക്ഷൻ എ. അവിടെ തുടങ്ങി ഇംപ്ലൈസ് എക്സ് എലമെൻ്റ് ഓഫ് ബി ആൻഡ് എക്സ് എലമെൻ്റ് ഓഫ് എ. ഇത് രണ്ടുമായി എക്സ് എലമെൻ്റ് ഓഫ് ബി ആൻഡ് എക്സ് എലമെൻ്റ് ഓഫ് എ, എക്സ് എലമെൻ്റ് ഓഫ് എ ആൻഡ് എക്സ് എലമെൻ്റ് ഓഫ് ബി. അതിന് മുമ്പത്തെ
ഇതുമായിട്ട് കണക്ട് ചെയ്തു. എക്സ് എലമെന്റ് ഓഫ് എ ആൻഡ് എക്സ് എലമെന്റ് ഓഫ് ബി, എക്സ് എലമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇപ്പോൾ ഇവിടെ രണ്ടും ഉണ്ട്. therefore എ ഇന്റർസെക്ഷൻ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ഇന്റർസെക്ഷൻ എ. ആദ്യത്തെ ഇംപ്ലിക്കേഷൻ. ഇവിടുന്ന് തിരിച്ചു പോയപ്പോൾ ആൻഡ് ബി ഇന്റർസെക്ഷൻ എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇനി ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇത് രണ്ടും ഉണ്ടെന്ന് നമുക്ക് കണ്ടാൽ അറിയാം. അതുകൊണ്ട് ഇത്ര എഴുതിയാലും മതി. therefore എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ. ഇങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഈ രണ്ട് ഇംപ്ലിക്കേഷൻ ഉണ്ടാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇത്രയും വരെ ചെയ്യുക, അതിനുശേഷം സിമിലർലി എന്ന് പറഞ്ഞ് പറയാം. സിമിലർലി ബി ഇന്റർസെക്ഷൻ എ, ഇത്ര എഴുതണ്ട. ബി ഇന്റർസെക്ഷൻ എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ എഴുതുക. എഴുതുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ വേണം എന്നാണ് പറഞ്ഞു തരിക. അപ്പോൾ നിങ്ങളൊരു പുതിയ രീതിയിൽ കാര്യങ്ങളെ കാണാൻ പഠിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ അത് ചിന്തിച്ച് പഠിക്കുക. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ പോരാ. ഇത്രയും മാത്രം, 1 മാത്രം എഴുതിയാൽ എ ഇന്റർസെക്ഷൻ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ഇന്റർസെക്ഷൻ എ എന്നാവുന്നുള്ളൂ. പക്ഷെ പിന്നെ ഒരു വാചകം എഴുതിയാൽ മതി. സിമിലർലി വി ക്യാൻ പ്രൂവ് ദാറ്റ് ബി ഇന്റർസെക്ഷൻ എ സബ്സെറ്റ് ഓഫ്. പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എഴുതി പഠിക്കണം. അങ്ങനെയാണെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ ഈ ഇംപ്ലിക്കേഷൻ ഒന്ന് തിരിച്ചിടുന്ന ബുദ്ധിമുട്ടേ നമുക്കുള്ളൂ. അങ്ങനെയാണ് ഇവിടെ. അതുകൊണ്ട് എല്ലായിടത്തും ഒന്നും ഇടത്തില്ല. ഇവിടെ ഇത് തിരിച്ചും എല്ലാം വാലിഡ് ആണ്. അതുകൊണ്ട് ഇംപ്ലൈസ് നൊട്ടേഷൻ ഡബിൾ സൈഡഡ് ഇംപ്ലിക്കേഷൻ നൊട്ടേഷൻ ആയിട്ട് ഉപയോഗിക്കാം. A intersection B subset of B intersection A and B intersection A subset of A intersection B. Therefore, A intersection B equal to B intersection A. അപ്പോൾ ഇത് മറ്റൊരു പ്രൂഫും കൂടെ ആയി എന്ന് കൂട്ടിയാൽ മതി. ഇതുപോലെ നിങ്ങൾ A യൂണിയൻ B ഈക്വൽ ടു B യൂണിയൻ എയുടെ പ്രൂഫ് എഴുതാത്തവർ എഴുതി. 7 പേരുണ്ട്, അവർ അപ്ലോഡ് ചെയ്യുക. അത് മറക്കാതെ തന്നെ ചെയ്യുക. നമ്മൾ 10 ഐഡന്റിറ്റീസ് പഠിച്ചായിരുന്നു. ഇനി ആ ഐഡന്റിറ്റീസിന്റെ എല്ലാത്തിൻ്റെയും പ്രൂഫ് ചിലതൊക്കെ ലോജിക്കിലാണ് എളുപ്പം. അപ്പോൾ ലോജിക് മൊഡ്യൂൾ കഴിഞ്ഞതിന് ശേഷം ചെയ്യാം. നമ്മൾ ഐഡന്റിറ്റീസ് അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഉത്തരം ചെയ്യാണ്. എ ബി സി ബി 3 സെറ്റ്സ് ദെൻ പ്രൂവ് ദാറ്റ് എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി ഡാഷ് ഈക്വൽ ടു. പല ഇക്വലൻ എക്സ്പ്രഷൻസ് എഴുതാം. ഇവിടെ പ്രൂവ് ചെയ്യാൻ പറയുന്നതാണ് സി ഡാഷ് യൂണിയൻ ബി ഡാഷ് ഇന്റർസെക്ഷൻ എ ഡാഷ്. അത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന റൂൾസ്, പഠിച്ചിരിക്കുന്ന റൂൾസ് ഉപയോഗിച്ചാൽ മതി. എ യൂണിയൻ ബി ഐഡന്റിറ്റീസ് ബി ഇന്റർസെക്ഷൻ സി ഹോൾ ഡാഷ് ഡി മോർഗൻസ് ലോ. ഇത് ആദ്യത്തെ സെറ്റും ഇത് രണ്ടാമത്തെ സെറ്റുമായിട്ട് എടുത്ത് ഡി മോർഗൻ ബി ഇന്റർസെക്ഷൻ സി ഹോൾ രണ്ടാമത്തെ സെറ്റായിട്ട് എടുത്ത ഡി മോർഗൻസ് ലോ എങ്ങനെ എഴുതണ്ടേ? എ ഡാഷ് യൂണിയൻ ഇന്റർസെക്ഷൻ ആവും. ബി ഇന്റർസെക്ഷൻ സി രണ്ടാമത്തെ സെറ്റാണ്, അതിന്റെ ട്രാൻസ്പോസ് ബി ഇന്റർസെക്ഷൻ സി ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഡാഷ്. അത് ഡി മോർഗൻസ് ലോ. അപ്പോൾ എന്ത് ചെയ്യും? ഇത് ഒരു ബ്രാക്കറ്റിനുള്ളിൽ ഇടണം. ബി ഡാഷ് യു ഇന്റർസെക്ഷൻ യൂണിയൻ ആവും സി ഡാഷ് എന്ന് എഴുതാം. ഇനി ഇത് രണ്ട് സെറ്റുകളുടെ ഇന്റർസെക്ഷൻ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? തിരിച്ചു എഴുതാം. എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ എന്ന് നിങ്ങൾക്ക് അറിയാം. ബി ഡാഷ് യൂണിയൻ സി ഡാഷ് ഇന്റർസെക്ഷൻ എ ഡാഷ് ഈക്വൽ ടു. അപ്പൊ എന്ത് എഴുതാം? ഈ ബി ഡാഷ് യൂണിയൻ സി ഡാഷിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. സി ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്ന് മാറ്റി എഴുതാം. അങ്ങനെ എഴുതണമെന്നില്ല. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി ഹോൾ ഡാഷ് ഈക്വൽ ടു ബി ഡാഷ് യൂണിയൻ സി ഡാഷ് ഇന്റർസെക്ഷൻ എ ഡാഷ് എന്ന് എഴുതി ഇവിടം കൊണ്ട് തീർക്കാൻ വേണമെങ്കിൽ നമുക്ക് ഈ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞ് ഇത് തന്നിട്ടില്ലെങ്കിൽ ഇതിന് ഇക്വലന്റ് ആയിട്ട് ഇങ്ങനെ എഴുതാം. പക്ഷെ ഇവിടെ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞ് ഇതാന്നിരിക്കും. ഇതിൽ ഓരോന്നും ഇതിനോട് ഈക്വൽ ആണ്. ഇപ്പൊ ഇങ്ങനെ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഐഡന്റിറ്റീസ് ഉപയോഗിച്ച് നമ്മൾ അങ്ങനെ പ്രൂവ് ചെയ്യണം. അപ്പൊ സി ഡാഷ് യൂണിയൻ ബി ഡാഷ് ഇന്റർസെക്ഷൻ എ ഡാഷ്. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. A യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി ഹോൾ ഡാഷ് ഈക്വൽ ടു സി ഡാഷ് യൂണിയൻ ബി ഡാഷ് ഇന്റർസെക്ഷൻ എ ഡാഷ്. അപ്പൊ നമ്മുടെ റിസൾട്ട് ആയി. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ റിസൾട്ടുകൾ ഉപയോഗിച്ചു. എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഹോൾ ഡാഷ് എന്ന് ഉപയോഗിച്ചു. അതെന്തായത്? ഇത് ഡി മോർഗൻസ് ലോ. അപ്പൊ ഇവിടെ നിങ്ങൾ റീസൺ എഴുതുക. ബൈ സിൻസ് ഡി മോർഗൻസ് ലോ. അത് നമ്മൾ എക്കും ബിക്കും ആണ് സാധാരണ അപ്ലൈ ചെയ്തത്. ഇപ്പൊ ആർക്കൊക്കെ അപ്ലൈ ചെയ്തേ? എക്കും ബി ഇന്റർസെക്ഷൻ സിക്കും. എ കോമ ബി ഇന്റർസെക്ഷൻ സിക്ക് ആദ്യത്തെ സെറ്റ് എ, രണ്ടാമത്തെ സെറ്റ് ബി ഇന്റർസെക്ഷൻ സി. ഇവിടെ എന്താ ചെയ്തത്? എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഡാഷ് ബി ഡാഷ് യൂണിയൻ സി ഡാഷ്. ഡി മോർഗൻ ലോ ഫോർ ബി ഡാഷ് ആൻഡ് ബി ആൻഡ് സി. ഡി മോർഗൻസ് ലോ ഫോർ ബി ആൻഡ് സി. അതാണ് ഇവിടെ ചെയ്തത്. പിന്നെ എന്താ ചെയ്തത്? അതിന്റെ റീസൺസ് എഴുതി പോവുക. പിന്നെ എന്താ ചെയ്തത്? അടുത്ത സ്റ്റേജിൽ എന്താ ചെയ്തത് നിങ്ങൾക്കറിയാം. ഇത് നമ്മൾ ഇന്റർചേഞ്ച് ചെയ്താൽ കാണുന്നത്. അപ്പോൾ എ ഡാഷിനും ബി ഡാഷ് യൂണിയൻ സി ഡാഷിനും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചു. പക്ഷെ
ഏത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ്? വിത്ത് റെസ്പെക്ട് ടു ഇന്റർസെക്ഷൻ. വിത്ത് റെസ്പെക്ട് ടു ഇന്റർസെക്ഷൻ. ഹിയർ ഓൾസോ വി ഹാവ് യൂസ്ഡ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഏതാ? ബി. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി വിത്ത് റെസ്പെക്ട് ടു യൂണിയൻ ഫോർ ബി ഡാഷ് ആൻഡ്